Hello students, welcome to lesson 3.20 in professional business skills. ഈ ക്ലാസ്സിൽ കളക്ഷൻ ഓഫ് ഹൈ ക്വാളിറ്റി ഡേറ്റ ആണ് നമ്മുടെ ടോപ്പിക്. ഹൈ ക്വാളിറ്റി ഡേറ്റ എന്താണ്, ഹൈ ക്വാളിറ്റി ഡേറ്റയുടെ ബെനിഫിറ്റ്സ് എന്താണ്, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണുകയുണ്ടായി. എങ്ങനെയാണ് നമ്മൾ ഹൈ ക്വാളിറ്റി ഡേറ്റയുടെ കളക്ഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമുക്ക് ഈ ക്ലാസ്സിലെ ഡിസ്കഷന് വേണ്ടി വരുന്നത്. ഹൈ ക്വാളിറ്റി ഡേറ്റ ഉറപ്പുവരുത്തുന്നതിന് ചില തടസ്സങ്ങൾ അല്ലെങ്കിൽ ചില സാങ്കേതികമായ ചില പ്രോബ്ലംസ് പലപ്പോഴും സ്ഥാപനങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട്. ഇവയിൽ ഒന്നാണ് ഒരു പുതിയ സോഫ്റ്റ്വെയർ റോൾ ഔട്ട് ചെയ്യുമ്പോൾ ഡേറ്റ കളക്ഷൻ തകരാറിലാകുന്നു എന്നുള്ളത്. പലപ്പോഴും സ്ഥാപനങ്ങൾ ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ഓപ്പറേറ്റ് ചെയ്യുന്നു, അതിനെ തുടർന്ന് കാലങ്ങൾ കഴിയുമ്പോൾ അതിന്റെ പുതിയ വെർഷനോ അതല്ലെങ്കിൽ എൻറ്റയർലി ഡിഫറെന്റ് ആയ അവരുടെ ബിസിനസ്സിന് ഒതുങ്ങുന്ന രീതിയിൽ ഡിഫറെന്റ് ആയ മറ്റൊരു സോഫ്റ്റ്വെയറിലേക്ക് നീങ്ങുന്നത് നമ്മൾ കാണും. ഈ ഒരു ട്രാൻസാക്ഷനിൽ, ഈ ഒരു മാറ്റത്തിൽ പലപ്പോഴും ഡേറ്റ കളക്ഷൻ ബുദ്ധിമുട്ടിലേക്ക്, ക്വാളിറ്റി ഡേറ്റ കളക്ഷൻ ബുദ്ധിമുട്ടിലേക്ക് നീങ്ങുന്നത് അല്ലെങ്കിൽ ഡേറ്റ കളക്ഷന്റെ ക്വാളിറ്റിയെ ഇത് ബാധിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി മറ്റൊരു പ്രശ്നം, പല സ്ഥലങ്ങളിൽ പല രീതിയിലുള്ള സ്ഥാപനങ്ങളിൽ പല ഡിഫറെന്റ് ഡേറ്റ സോഫ്റ്റ്വെയർ ആയിരിക്കും ഉപയോഗിക്കുന്നത്. പല രീതിയിലുള്ള സ്ഥാപനങ്ങൾ നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരേ സ്ഥാപനത്തിൽ പല ഡിപ്പാർട്ട്മെന്റുകളുള്ളതിൽ ഓരോ ഡിപ്പാർട്ട്മെന്റും വ്യത്യസ്തമായ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആയിരിക്കില്ല മറ്റൊരു രാജ്യത്ത് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നു. ക്വാളിറ്റി ഡേറ്റ നമുക്കറിയാം, കൺസിസ്റ്റൻസി എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി. ഡിഫറെന്റ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കൺസിസ്റ്റൻസി വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് യൂസിങ് ഡിഫറെന്റ് വേർഷൻസ് ഓഫ് ദ സെയിം സോഫ്റ്റ്വെയർ ഓർ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് യൂസിങ് ഡിഫറെന്റ് സോഫ്റ്റ്വെയർ ബിക്കംസ് എ പ്രോബ്ലം. അടുത്തത്, ഡേറ്റ എന്ന് പറയുന്നത് നമുക്കറിയാം പലപ്പോഴും മാനുവലി കളക്ട് ചെയ്ത് മാനുവലി എൻ്റർ ചെയ്യുന്ന ഒരു സിസ്റ്റം നിലവിലുണ്ട്. നമ്മൾ ഇൻ പേഴ്സൺ പോയി ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു. അപ്പൊ എവിടെ മാനുവൽ ഇന്റർഫേസ് ഉണ്ടാകുന്നത്, എവിടെ മനുഷ്യരാണ് ഒരു ഇൻപുട്ട് അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ചെയ്യുന്ന, അവിടെ എറർ ഉണ്ടാവുക വളരെ സ്വാഭാവികമായ കാര്യമാണ്. മനുഷ്യരാകുമ്പോൾ മിസ്റ്റേക്സ് ഉണ്ടാകണം. അതാണ് മനുഷ്യനും യന്ത്രവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് നമ്മൾ പറയുന്നത്. ഒരു യന്ത്രത്തിന് എത്ര ടൈം വേണമെങ്കിലും മടുപ്പ് കൂടാതെ വർക്ക് ചെയ്യാൻ സാധിക്കുമ്പോൾ മാനുവൽ എൻട്രിയിൽ അത് പോസിബിൾ അല്ല. മാനുവൽ എൻട്രിയിൽ ആ ഒരു കാര്യം കൊണ്ട് തന്നെ, മാനുവൽ ആണെന്നുള്ളതിന്റെ കാര്യം കൊണ്ട് തന്നെ അതിൽ എറർ വരാനുള്ള സാധ്യതയുണ്ട്. എറർ വരിക എന്നുള്ളത് ഒരു വലിയ തെറ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. മാനുഷികമായ ഒരു കാര്യമായതുകൊണ്ട് അതിൽ എറേഴ്സ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതെല്ലാമാണ് ഹൈ ക്വാളിറ്റി ഡേറ്റ കളക്ഷൻ ഉണ്ടാകുന്ന സ്ഥാപനങ്ങൾ നേരിടുന്ന ചില വെല്ലുവിളികൾ അല്ലെങ്കിൽ ചില പ്രോബ്ലംസ് ആയിട്ട് നമ്മൾ കാണാം. അപ്പൊ ഹൈ ക്വാളിറ്റി ഡേറ്റ കളക്ഷൻ ഉറപ്പുവരുത്തുന്നതിന് നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ളതാണ്. മേൽപ്പറഞ്ഞ സാഹചര്യങ്ങളിലായാൽ പോലും നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ഡാറ്റ കളക്ഷനിൽ ഹൈ ക്വാളിറ്റി ഉറപ്പുവരുത്താം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ ആദ്യത്തേതാണ് ഒരു ഇംപ്ലിമെന്റേഷൻ ഓഫ് ഡേറ്റ കളക്ഷൻ പ്ലാൻ. അപ്പൊ പ്ലാനിങ്, എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് നന്നായി വരുന്നതിന് പ്ലാൻ ആവശ്യമാണെന്ന് പറയുന്നത് പോലെ തന്നെ ഡേറ്റ കളക്ഷൻ ആയാലും പ്ലാനിങ് അത്യാവശ്യമാണ്. ഏതെല്ലാം രീതിയിൽ അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളിൽ നമുക്ക് പ്ലാനിങ് ആവശ്യമുണ്ട്. ആദ്യത്തേത്, ഏത് ടൈപ്പ് ഓഫ് ഡേറ്റയാണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത്, എങ്ങനത്തെ ഡേറ്റയാണ് നമ്മൾ കളക്ട് ചെയ്തത്, പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ഇന്റേണൽ ആണോ എക്സ്റ്റേണൽ ആണോ, അപ്പൊ വാട്ട് കൈൻഡ്സ് ഓഫ് ഡേറ്റ നീഡ്സ് ടു ബി കളക്ടഡ്. രണ്ടാമത്തേത്, ഏത് രീതിയിൽ ഈ ഡേറ്റ കളക്ട് ചെയ്യും, ഏത് ഡേറ്റയാണ് കളക്ട് ചെയ്യേണ്ടത് നമ്മൾ മനസ്സിലാക്കി, ഏത് രീതിയിൽ നമ്മൾ ഈ ഡേറ്റ കളക്ട് ചെയ്യുന്നു. നമ്മൾ ഡേറ്റ കളക്ഷനുള്ള പല രീതികൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഇൻ പേഴ്സൺ, ക്വസ്റ്റ്യനെയർ, അങ്ങനെ പല രീതിയിൽ നമ്മൾ ട്രെയിൻഡ് എന്യൂമറേറ്റേഴ്സിനെ അയക്കുന്നു, എക്സ്റ്റേണൽ സോഴ്സസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പല രീതിയിൽ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നത് കണ്ടതിൽ ഏത് രീതിയാണ് നമ്മൾ ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നത്. മൂന്നാമത്തേത്, ഡേറ്റ കളക്ഷനിൽ ഓരോ വ്യക്തിയുടെയും റോൾ എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യുക. ഫീൽഡിൽ പോയി കളക്ട് ചെയ്യുന്ന ആളുടെ റോളല്ല ഡേറ്റ ക്ലീൻ ചെയ്യുന്ന ആളുടെ റോൾ. ഫൈനലി, ഡേറ്റ യൂസിന് അപ്രൂവ് ചെയ്യുന്ന മാനേജറുടെ റോൾ ആയിരിക്കില്ല ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്ന ആളുടെ റോൾ. ഡേറ്റ അനലിസ്റ്റിന്റെ റോൾ വേറെയാണ്, ഡേറ്റ കളക്ഷൻ നടത്തുന്ന ആളുടെ റോൾ വേറെയാണ്. അപ്പൊ ഓരോ വ്യക്തിയുടെയും, ഈ ചെയിനിൽ ഓരോ വ്യക്തിയുടെയും റോൾ എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ നിർവചിച്ചിരിക്കണം, ഡിഫൈൻ ചെയ്തിരിക്കണം. അടുത്തത്, ഡേറ്റ കളക്ഷൻ എന്ന് പറയുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കെ ആളുകൾ തമ്മിലും, മേലുദ്യോഗസ്ഥനും കീഴുദ്യോഗസ്ഥനും തമ്മിലും, അല്ലെങ്കിൽ ഡേറ്റ സപ്ലൈ ചെയ്യാൻ ഏർപ്പാടാക്കിയിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റും ചെയ്യുന്ന ഡേറ്റ ഡിപ്പാർട്ട്മെന്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ചിലപ്പോൾ ഡേറ്റ കളക്ഷൻ ചിലപ്പോൾ ഒരു വർഷമൊക്കെ നീളും. അപ്പൊ അതിനിടയിൽ എത്ര ഫ്രീക്വന്റ്ലി ഇവർ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ എല്ലാം ഭംഗിയാണെന്നുള്ള ധാരണയിൽ കാര്യങ്ങൾ നടക്കും. അവസാനം കളക്ഷനൊക്കെ കഴിഞ്ഞെത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല. അപ്പൊ ഏത് ഇന്റർവെല്ലിൽ കമ്മ്യൂണിക്കേഷൻ നടക്കും, വ്യക്തികൾ തമ്മിലും ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലും എത്ര ഫ്രീക്വൻസി, മാസത്തിൽ ഒന്നാണോ, മാസത്തിൽ രണ്ടാണോ, ആഴ്ചയിൽ ഒരിക്കലാണോ, 3 മാസം കൂടുമ്പോൾ ഒരിക്കലാണോ, ഇങ്ങനെയുള്ള ക്വാർട്ടറിൽ ഒരിക്കലാണോ, ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷന്റെ ഫ്രീക്വൻസി, കമ്മ്യൂണിക്കേഷന്റെ ഇന്റർവെല്ല് നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കണം. ഇത് കൂടാതെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ഡാറ്റ കളക്ഷന്റെ ഇടയ്ക്ക് നമ്മൾ ഇടയ്ക്ക് മെഷർ ചെയ്യണം. നമ്മൾ ഉദ്ദേശിച്ച രീതിയിലാണോ കളക്ഷൻ പോകുന്നത്, ഉദ്ദേശിച്ച സമയക്രമം പാലിക്കുന്നുണ്ടോ,
ഉദ്ദേശിച്ച ക്വാളിറ്റി അതിലുണ്ടോ. ഇതിനാണ് നമ്മൾ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഡേറ്റയെ നമ്മൾ പരിശോധിക്കുകയാണ്. ഡേറ്റ കളക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ നമ്മൾ മെഷർ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് നമ്മൾ മെഷർ ചെയ്ത് അതിൽ ഇമ്പ്രൂവ്മെന്റ്സ് വേണമെങ്കിൽ അത് പറയുന്നു, പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. എല്ലാം നല്ലതായിട്ടാണ് പോകുന്നതെങ്കിൽ അങ്ങനെ തന്നെ പോകട്ടെ, അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെന്റ്സ് വേണം, എങ്ങനെ പോസിബിൾ ആണെന്നൊക്കെ നമ്മൾ നിശ്ചയിക്കുന്നു. ഇതിനാണ് നമ്മൾ ഇവാലുവേഷൻ ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഈ പറയുന്ന 5 പോയിന്റ്സ് ചേർന്നതാണ് ഡേറ്റ കളക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്. അടുത്തത് സെറ്റിംഗ് ഡേറ്റ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. അപ്പൊ പ്ലാൻ കഴിഞ്ഞു. അടുത്തത് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റയ്ക്ക് വേണ്ട നിലവാരം എന്താണ് എന്ന് നമ്മൾ പറയണം. ഏത് ലെവലിലുള്ള ഡേറ്റയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ആ ലെവലിലുള്ള ഡേറ്റ ആണെങ്കിൽ നമ്മളത് റീറ്റെയിൻ ചെയ്യും. അങ്ങനെ അല്ലാത്ത ഡേറ്റ വന്നാൽ നമ്മളത് എലിമിനേറ്റ് ചെയ്യും. ഇനിയല്ല, ചില ഡേറ്റ നമുക്ക് കറക്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പൊ ഡേറ്റയുടെ സ്റ്റാൻഡേർഡ് നമ്മൾ നിശ്ചയിക്കണം. ആ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള ഡേറ്റ നമ്മൾ റീറ്റെയിൻ ചെയ്യും, അല്ലാത്തത് നമ്മൾ എലിമിനേറ്റ് ചെയ്യും. നമുക്ക് വർക്ക് ചെയ്ത് കറക്റ്റ് ചെയ്യാവുന്ന ഡേറ്റ ആണെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്യും. അപ്പൊ ഇതിനുള്ള സ്റ്റാൻഡേർഡ്സ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യും. ഡേറ്റയുടെ ക്വാളിറ്റിക്ക് ഏത് സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ പറയും. സ്റ്റാൻഡേർഡ്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ എല്ലാ പാർട്ടികളായിട്ടും ഡേറ്റ കളക്ട് ചെയ്യുന്ന ആളും നമുക്ക് ഡേറ്റ കളക്ഷന്റെ നിർദ്ദേശം തന്നിരിക്കുന്ന വ്യക്തികളും ഇവരൊക്കെ ആയിട്ട് നമ്മളുടെ തന്നെ ഡേറ്റ അനലിസ്റ്റ് ടീമിൽ തന്നെ പറ്റിയിരിക്കുന്ന ബാക്കിയുള്ളവരുമായിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തണം. ഏകപക്ഷീയമായിട്ട് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് നിശ്ചയിച്ച് ആ സ്റ്റാൻഡേർഡ് ഫീൽഡിലുള്ളവർക്ക് ചെയ്തെടുക്കാൻ സാധിക്കാത്ത അവസ്ഥ വരിക, അല്ലെങ്കിൽ ആ സ്റ്റാൻഡേർഡിലും വളരെ ഉയർന്ന സ്റ്റാൻഡേർഡിലാണ് മാനേജ്മെന്റ് ഡേറ്റ റിപ്പോർട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നത്, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീടത്തേക്ക് വെക്കുക ബുദ്ധിമുട്ടാണ്. ആദ്യമേ തന്നെ നമ്മൾ എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് എല്ലാവരുടെയും അഭിപ്രായ ഐക്യം നേടിയിട്ട് വേണം നമ്മൾ സ്റ്റാൻഡേർഡ്സ് ഡിസൈഡ് ചെയ്യാൻ. നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ സ്റ്റാൻഡേർഡ്സ് എല്ലാവരുമായിട്ട് നമ്മൾ സർക്കുലേറ്റ് ചെയ്യണം. ഞാൻ സ്റ്റാൻഡേർഡ്സ് എല്ലാവരുമായിട്ട് കൺസൾട്ട് ചെയ്തൊക്കെ തീരുമാനിച്ചു. അതിനുശേഷം ഇതാണ് നടപ്പിലാക്കാൻ പോകുന്നതെന്നൊരു കമ്മ്യൂണിക്കേഷൻ ആർക്കും ഇല്ല. തുടങ്ങിയോ ഇല്ലയോ എന്ന് തന്നെ പലരും അറിയുന്നില്ല. അപ്പൊ നമ്മൾ സ്റ്റാൻഡേർഡ്സ് നിശ്ചയിച്ച് കളക്ഷൻ തുടങ്ങാനുള്ള പദ്ധതികളൊക്കെ ആയിക്കഴിഞ്ഞാൽ കൺസേൺ ആയിട്ടുള്ള എല്ലാവരെയും ഇത് അറിയിക്കണം. എല്ലാവർക്കും നമ്മൾ ഇതാണ് സ്റ്റാൻഡേർഡ് എന്ന് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ഡിസ്കസ് ചെയ്തുകൊണ്ട് മാത്രമായില്ല, ഡിസ്കസ് ചെയ്തെടുത്ത തീരുമാനങ്ങൾ എല്ലാവരെയും അറിയിക്കുകയും എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നത് ഓർഗനൈസേഷനിൽ എവിടെ നിന്നായാലും ഏത് ലെവലിൽ നിന്നായാലും സ്റ്റാൻഡേർഡ്സ് പ്രിസ്ക്രൈബ് ചെയ്ത് എല്ലാവരെയും അത് അറിയിച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവർക്കും ഏത് സ്റ്റാൻഡേർഡാണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ധാരണയുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഡേറ്റയിൽ കൺസിസ്റ്റൻസി നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. അടുത്തത് ക്രിയേഷൻ ഓഫ് ഡേറ്റ കറക്ഷൻ പ്ലാൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എത്ര ചെയ്താലും പലപ്പോഴും കറക്ഷൻസും റെക്ടിഫിക്കേഷൻസ് ഒക്കെ തിരുത്തലുകളൊക്കെ വേണ്ടി വരും. അപ്പൊ അങ്ങനെ തിരുത്തലുകൾ വേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിന് ഒരു പ്രോസസ്സ് ഉണ്ടായിരിക്കും, അതിനൊരു റൂൾ ഉണ്ടായിരിക്കണം. പൊതുവേ സ്ഥാപനങ്ങളിൽ എല്ലാ കാര്യത്തിനും ഒരു പ്രോസസ്സ്, ഒരു സിസ്റ്റം ഉണ്ടായിരിക്കും. എസ്പെഷ്യലി ഡേറ്റ കളക്ഷനിൽ ഇത് വളരെ ക്രിട്ടിക്കലാണ്. അങ്ങനെ എല്ലാവർക്കും കയറി കറക്ഷൻ നടത്താൻ അനുവാദം ഉണ്ടാവരുത്. ആരെന്ത് കറക്ഷൻ നടത്തുന്നത് എങ്ങനെ അറിയാം? അതുപോലെ എല്ലാ സമയത്തും കറക്ഷൻ നടത്താൻ ഒരു ബ്ലാങ്കറ്റ് പെർമിഷൻ ഉണ്ടാകരുത്. കറക്ഷൻ നടത്താനുള്ള കൃത്യമായ പ്രോസസ്, നടപടിക്രമം ഉണ്ടായിരിക്കണം. ആർക്കാണ് കറക്ഷൻ നടത്താനുള്ള അധികാരമുള്ളത്, കറക്ഷൻ നടത്താൻ പെർമിഷൻ കൊടുക്കാൻ അധികാരമുള്ളത്, ആരുടെ ഉത്തരവാദിത്തമാണ് കറക്ഷൻ നടത്തുന്നത്, കറക്ഷൻ നടത്തിയതിന് ശേഷം അത് വെരിഫൈ ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്നത് ആരുടെ ഉത്തരവാദിത്തമാണ്, ഏത് രീതി ഉപയോഗിച്ച് നമുക്ക് കറക്റ്റ് ചെയ്യാം. പുറത്തുനിന്ന് സോഫ്റ്റ്വെയർ കൊണ്ടുവന്നിട്ടൊന്നും കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ പുറത്തേക്ക് ഡേറ്റ വിട്ടിട്ട് അവിടെ നിന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. വൈറസ് ഒക്കെ കയറി കഴിഞ്ഞാൽ സംഭവിക്കുന്ന ആരറിയുന്നു. അപ്പൊ ഡേറ്റയുടെ ഒരു സ്വഭാവത്തിനനുസരിച്ച് ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യണം. ആർക്കാണ് ഡേറ്റ കറക്ഷന്റെ റെസ്പോൺസിബിലിറ്റി, ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്തം ഉള്ളത്, അതോറിറ്റി, ഏതൊക്കെ മെത്തേഡ്സ് ഉപയോഗിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കണം. കറക്ഷൻ നടത്തിയതിനു ശേഷം കറക്ഷൻ നമ്മൾ ഉദ്ദേശിച്ച പോലെ വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഒരു സേവാസ് ഒക്കെ കൊടുക്കാതെ കറക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പലപ്പോഴും കറക്റ്റ് ചെയ്തു എന്ന് നമ്മൾ വിചാരിക്കും, നമ്മൾ കറക്റ്റ് ചെയ്ത് കാണും, പക്ഷേ ആ കമാൻഡ് റീറ്റെയിൻ ചെയ്തിട്ടുണ്ടാവില്ല കമ്പ്യൂട്ടർ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് കറക്ഷന് ശേഷം വെരിഫിക്കേഷൻ കൂടെ നടന്നിരിക്കണം, കറക്റ്റ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തിയിരിക്കണം. അടുത്തത് ഡേറ്റ ഇന്റഗ്രേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ നമ്മൾ ഇതുവരെ നമ്മൾ ഡേറ്റ കളക്ഷൻ പ്ലാൻ ചെയ്തു. ഡേറ്റ കളക്ഷൻ പ്ലാൻ ചെയ്തതിനു ശേഷം സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്തു. സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്തതിനു ശേഷം കറക്ഷനുള്ള കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചു. അടുത്തത് നമ്മൾ ഡേറ്റ നമ്മൾ പ്രിപ്പയർ ചെയ്ത അനാലിസിസ് നമ്മൾ പ്രിപ്പയർ ചെയ്തതിനു ശേഷം ഡേറ്റ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതായത് നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഡേറ്റ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. പല ഡിപ്പാർട്ട്മെന്റ്സിൽ നമുക്ക് ഡേറ്റ റിക്വയർമെന്റ്സ് വരും. ഡേറ്റ വേണമെന്ന് ആവശ്യപ്പെടുന്ന അതിനാണ് ഡേറ്റ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. സെയിൽസുകാർ ചോദിക്കും, മാർക്കറ്റിംഗ് ചോദിക്കും, അതുപോലെ പ്രൊഡക്ഷൻകാർ ചോദിക്കുന്നു, ഫിനാൻസ് ചോദിക്കുന്നു, HR ചോദിക്കുന്നു, ഒരുപാട് പേര് ഡേറ്റ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സാധിക്കുന്നിടത്തോളം ഇതെല്ലാം ഇന്റഗ്രേറ്റഡ് എഫേർട്ട് ആണെങ്കിൽ, എല്ലാവരും ഒന്നിച്ചു ചേർന്ന് വന്ന് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണെങ്കിൽ നമുക്ക് കോസ്റ്റ്, ടൈം, എഫേർട്ട് എല്ലാം മിനിമൈസ് ചെയ്യാം.
അപ്പൊ ഏത് രീതിയിൽ നമുക്ക് ഡാറ്റ കളക്ഷൻ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും, ഡാറ്റ കളക്ഷൻ റിക്വയർമെന്റ്സ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും, അത്രത്തോളം അത് ഇന്റഗ്രേറ്റ് ചെയ്യും. രണ്ട്, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഡാറ്റ നമുക്ക് എങ്ങനെ ജോയിൻ ചെയ്തെടുക്കാം, കളക്ട് ചെയ്യുന്ന ഡാറ്റ നമുക്ക് എങ്ങനെ കമ്പൈൻ ചെയ്തെടുക്കാം, ഇത് ഇന്റഗ്രേഷന്റെ മറ്റൊരു വശമാണ്. ഇനി മൂന്നാമത്തെ ഒരു വശം, നമ്മൾ ഡാറ്റ എല്ലാം കളക്ട് ചെയ്തു, അനലൈസ് ചെയ്തു, പ്രിപ്പയർ ചെയ്തു, ഇനി ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ആർക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പെർമിഷൻ ഉള്ളത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഡാറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ അത് ഏത് രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഏത് ലേബൽ കൊടുത്ത് വേണം ഈ ഡാറ്റ നമ്മൾ കൊടുക്കാൻ? ലേബലൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. ടൈം പീരീഡ് ഒക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ ഡാറ്റയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ഉണ്ടാവും. Q3 എന്നുള്ളതിന് Q3 ഡാറ്റ എന്നുള്ളതിന് പകരം Q4 എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അപ്പൊ നമ്മൾ ഡാറ്റ ക്ലാസിഫൈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് മുൻപ് ഡാറ്റ കോപ്പി ചെയ്തെടുക്കും. നമ്മൾ ഒരു സെർവറിൽ നിന്ന് നമ്മൾ സിസ്റ്റത്തിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ അതിന് എന്ത് പേര് കൊടുക്കും? പേര് മാറ്റം പാടില്ലെങ്കിൽ അത് സ്പെസിഫൈ ചെയ്യണം. ഇന്ന പേരെ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യണം. ഇല്ലെങ്കിൽ അലാം സൗണ്ട് ചെയ്യാൻ സിസ്റ്റത്തിന് നമ്മൾ പ്രോംപ്റ്റ് ചെയ്യണം. അപ്പൊ ഡാറ്റ കോപ്പി ചെയ്യുമ്പോൾ, ഡാറ്റ എഡിറ്റ് ചെയ്യുമ്പോൾ, ഡാറ്റ എഡിറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ സേവ് ചെയ്ത് വെക്കേണ്ടി വരുന്നു. വിട്ടുപോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. എന്ത് ലേബൽ കൊടുക്കും, എന്ത് നെയിം നമ്മൾ കൊടുക്കും, ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചട്ടവട്ടങ്ങൾ എന്തെല്ലാമാണ്, ആർക്കൊക്കെ അത് കാണാനുള്ള അധികാരമുണ്ട്, ആർക്കൊക്കെ ആ ഡാറ്റ യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഡിസ്ട്രിബ്യൂഷൻ ഭാഗത്ത് വരുന്നത്. ഇന്റഗ്രേഷൻ ഭാഗത്ത് ആർക്കൊക്കെയാണ് ഡാറ്റ വേണ്ടത് എന്നുള്ളത് അവർ നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അതെല്ലാം നമുക്ക് എവിടെയൊക്കെ കമ്പൈൻ ചെയ്യാൻ സാധിക്കുമോ അത് നമ്മൾ കമ്പൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു. പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഡാറ്റ ഒന്നിച്ച് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യും, അതാണ് ഡാറ്റ ഇന്റഗ്രേഷൻ. ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ കിട്ടിയ ഡാറ്റ അനാലിസിസിന് ശേഷം നമ്മൾ എങ്ങനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ അനാലിസിസിന് വേണ്ടി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം നടപടിക്രമങ്ങൾ എടുക്കും. അവിടെയാണ് പറയുന്നത് കോപ്പിയിങ്, ലേബലിംഗ്, എഡിറ്റിംഗ്, ട്രാൻസ്മിറ്റിംഗ്, ഈ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതാണ് നമ്മൾ ഡാറ്റ ഇന്റഗ്രേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന മേഖലയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അടുത്തത് ഗോൾ സെറ്റിംഗ് ഫോർ ഓൺഗോയിങ് ഡാറ്റ കളക്ഷൻ. ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ഓൺഗോയിങ് പ്രോസസ് ആണ്. നമ്മൾ ഇതിന് മുൻപ് ഒരു ക്ലാസ്സിൽ റോളിംഗ് ഡാറ്റയെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഡെയിലി, വീക്ക്ലി, മന്ത്ലി, ആനുവലി ഒക്കെ ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ കളക്ട് ചെയ്യപ്പെടുന്ന ഡാറ്റയിൽ ക്വാളിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളത് ഒരു വൺ ടൈം എക്സസൈസ് അല്ല, എപ്പോഴെങ്കിലും എനിക്ക് സൗകര്യം പോലെ ചെയ്യുന്ന കാര്യമല്ല. ഡാറ്റ കളക്ഷനിൽ ക്വാളിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളത് പീരിയോഡിക് ആയിട്ട് തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പീരിയോഡിക് ആയിട്ട് ചെക്സ് നടത്തണം, പീരിയോഡിക് ആയിട്ട് റാൻഡം ആയിട്ട് ചെക്കിംഗ് നമ്മൾ നടത്തണം. ക്വാളിറ്റി മെയിൻ്റനൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പീരിയോഡിക് ആയിട്ട് ചെക്കിംഗ് നടത്തുന്നത്. ഇങ്ങനെ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ എന്തെങ്കിലും എറേഴ്സ്, മിസ്റ്റേക്സ് ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് ഡോക്യുമെന്റ് ചെയ്യണം, അത് എഴുതി വെക്കണം. ഇന്ന പോലെ ഇന്ന സ്ഥലത്ത് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നാളെ ഇത്തരം മിസ്റ്റേക്സ് റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത നമ്മുടെ മനസ്സിലുണ്ടാവും. ഒന്ന്. രണ്ട്, വായിച്ചു നോക്കുന്നവർക്ക് മനസ്സിലാകും ഇന്ന മിസ്റ്റേക്സ് വന്നിട്ടുണ്ടായിരുന്നു, അത് ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം അധ്വാനം ലാഭമുണ്ട്. ഇതാണ് നമ്മൾ പറയുന്നത് എറേഴ്സ് ആൻഡ് മിസ്റ്റേക്സ് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യും. പിന്നീട് അവ വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. വരാനുള്ള സാധ്യതകൾ നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പൊ ഇതിനാണ് നമ്മൾ എറേഴ്സ് ആൻഡ് മിസ്റ്റേക്സ് നീഡ് ടു ബി ഡോക്യുമെന്റഡ് ടു അവോയ്ഡ് റെപ്പിറ്റേഷൻ. കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്രൂവ്മെന്റിന് ഈ ഡോക്യുമെന്റേഷൻ നമ്മളെ സഹായിക്കും. നമ്മളൊരു പ്രോഗ്രാം നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എഴുതി വെക്കും. അതിലെന്തൊക്കെ ഗുണങ്ങൾ നടന്നു, നല്ല കാര്യങ്ങൾ എന്തൊക്കെ, അതിൽ എന്തൊക്കെ പാളിച്ചകൾ സംഭവിച്ചു എന്നറിഞ്ഞാൽ അത്തരം പാളിച്ചകൾ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊരു ഉറപ്പ് നമുക്ക്, ഒരു ഓർമ്മ നമുക്കുണ്ടാകും. അത് നമ്മൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കും. തുടക്കത്തിലെ തന്നെ ഇത്തരം പാളിച്ചകൾ ഇല്ലാതെ എങ്ങനെ പരിപാടി നടത്താമെന്ന് നമ്മൾ ശ്രദ്ധിക്കും. അത് തന്നെയാണ് ഡാറ്റ കളക്ഷൻ സംഭവിക്കുന്നത്. ഡാറ്റ കളക്ഷൻ വരാൻ സാധ്യതയുള്ള മിസ്റ്റേക്സ് എന്തൊക്കെയാണ്, എവിടേക്കാണ് മിസ്റ്റേക്സ് വരാൻ സാധ്യതയുള്ളത്, എങ്ങനെ ഈ മിസ്റ്റേക്സ് വരാതെ തന്നെ ഈ ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതിന് വേണ്ടിയിട്ട് ഓൺഗോയിങ് ഡാറ്റ കളക്ഷനിൽ ക്വാളിറ്റി ഗോൾസ് നമ്മൾ എൻഷുർ ചെയ്യണം. 99% എറർ ഫ്രീ, 90% എറർ ഫ്രീ, ഇങ്ങനെയുള്ള ഗോൾസ് സെറ്റ് ചെയ്ത് ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്ത് നമ്മൾ പ്രൊസീഡ് ചെയ്യും. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഹൈ ക്വാളിറ്റി ഡാറ്റ കളക്ഷന്റെ ഭാഗമായിട്ട് നമ്മൾ സ്റ്റെപ്സ് ഇൻ ഹൈ ക്വാളിറ്റി ഡാറ്റ കളക്ഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ആദ്യത്തേത് ഇംപ്ലിമെന്റേഷൻ ഓഫ് ഡാറ്റ കളക്ഷൻ പ്ലാൻ, രണ്ടാമത്തേത് ഡാറ്റ സ്റ്റാൻഡേർഡ്സ്, മൂന്നാമത്തേത് ക്രിയേഷൻ ഓഫ് ഡാറ്റ കറക്ഷൻ, സ്റ്റാൻഡേർഡ് അനുസരിച്ച് വരാത്ത സംഗതികൾ നമുക്ക് കറക്റ്റ് ചെയ്യണമെങ്കിൽ ആ കറക്ഷന്റെ പ്ലാൻ. അടുത്തത് ഡാറ്റ ഇന്റഗ്രേഷൻ, ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻ, ചേർത്ത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അടുത്തത് ഗോൾസ് സെറ്റിംഗ് ഫോർ ഓൺഗോയിങ് ഡാറ്റ കളക്ഷൻ, ഇത് ക്വാളിറ്റി മെയിൻ്റനൻസ് ആയി ബന്ധപ്പെട്ടിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യും. ഇത്രയുമാണ് ഹൈ ക്വാളിറ്റി ഡാറ്റ കളക്ഷനുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റെപ്സ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡാറ്റ ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ടോപ്പിക് പഠിക്കാൻ പോകുന്നു. Until we meet up for that, goodbye and thanks.